Hello everyone, today we are going to discuss about phenetics or numerical taxonomy. It can also be called as mathematical taxonomy or taxometrics or taximetrics or multivariate morphometrics, etc. And the modern methods of numerical taxonomy had their beginning from the contributions of many taxonomies like Sneath in 1957, Michener and Sokal 1957, Sokal and Michener 1958, and you can see that several modifications were made by Sneath and Sokal since 1957 till 1973. A numerical taxonomy can be simply defined as the grouping by numerical methods of taxonomic units into a taxa on the basis of their character states. പ്ലാന്റ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടർ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ഗ്രൂപ്പിംഗ് നടത്തുന്നതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ബി എസ് സിക്ക് നമ്മളതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ ഓപ്പറേഷണൽ ടാക്സോണമിക് യൂണിറ്റ് എന്ന് വിളിക്കും. എ പോപ്പുലേഷൻ, എ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻ വിച്ച് ന്യൂമറിക്കൽ മെത്തേഡ് ഈസ് അപ്ലൈഡ്. ഈ ഓപ്പറേഷണൽ ടാക്സോണമിക് യൂണിറ്റിൻ്റെ ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്തിട്ട് ക്യാരക്ടേഴ്സിൻ്റെ ന്യൂമറിക്കൽ സ്റ്റേറ്റ് നമ്മൾ അസൈൻ ചെയ്യുന്നു, എയ്തർ പ്ലസ് ഓർ മൈനസ്. ഇഫ് ദറ്റ് ക്യാരക്ടർ, ഓരോ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ക്യാരക്ടർ സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ ഈ ഫിലോടാക്സി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്റ്റേറ്റ് ആണ് ഓപ്പോസിറ്റ്, ഓൾട്ടർനേറ്റ് അങ്ങനെയുള്ളത്. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ക്യാരക്ടർ സ്റ്റേറ്റ്സ് ആണ് പഠിക്കുന്നത്. ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ സ്റ്റേറ്റ് ആണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ക്യാരക്ടർ സ്റ്റേറ്റ് ആണ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടർ സ്റ്റേറ്റ് ആണ് വേൾഡ് ഫിലോടാക്സി. അപ്പോൾ ഈ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ഫിലോടാക്സി എന്ന് പറയുന്നതല്ല കൺസിഡർ ചെയ്യുന്നത്, പകരം ക്യാരക്ടർ സ്റ്റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ സ്റ്റഡി ചെയ്യുന്ന ഓരോ ക്യാരക്ടർ സ്റ്റേറ്റിനും പ്രസൻസ് ഓർ ആബ്സെൻസ് എന്നുള്ള രണ്ട് ക്രൈറ്റീരിയ. ഇപ്പോൾ പ്രസൻസ് ആണെങ്കിൽ പ്ലസ് എന്നും ആബ്സെൻസ് ആണെങ്കിൽ 0 എന്നും കൊടുക്കും. ഇതാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ന്യൂമറിക്കൽ ഡേറ്റ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ന്യൂമറിക്കൽ ഡേറ്റനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിങ്ങിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി നമ്മൾ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Empirical taxonomy forms the classification on the basis of taxonomic judgment based on observation of data and not assumptions. Direct observation base ചെയ്തിട്ടാണ്, assumptions അല്ല. Operational taxonomy on the other hand is based on operational methods, experimentation to evaluate the observed data. അപ്പം എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടും ഓപ്പറേഷണൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടും നമ്മൾ ഒബ്സർവ് ചെയ്ത ആ ക്യാരക്ടറിൻ്റെ എക്സ്പെരിമെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓപ്പറേഷണൽ ടാക്സോണമി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഘടകങ്ങൾ കമ്പൈൻ ചെയ്തതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. അതായത് എംപിരിക്കൽ അപ്രോച്ചും ഓപ്പറേഷണൽ അപ്രോച്ചും രണ്ടും കൂടെ ചേർന്നതാണ് ഫീനറ്റിക് മെത്തേഡ്സ്. ദാറ്റ് മീൻസ് ഒബ്സർവേഷനും ഉണ്ട്, experimentation ഉണ്ട്. It must be remembered that numerical taxonomy does not produce a new data or a new system of classification, but it rather a new method of organizing data that could help in better understanding of relationship. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ന്യൂമറിക്കൽ ടാക്സോണമി പുതിയൊരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ല മുന്നോട്ട് വയ്ക്കുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ച്, അതിൻ്റെ പരസ്പരമുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചും സിമിലാരിറ്റീസിനെ കുറിച്ചും ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇതൊരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ല. ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സോമെട്രിക്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദിസ് സെക്ഷൻ. The philosophy of modern methods of numerical taxonomy is based on the ideas that were proposed by the French naturalist Michael Adanson. ഇപ്പം 1763 അഡാൻസോണിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ അഡാൻസൺ പ്രപ്പോസ് ചെയ്ത പ്രിൻസിപ്പിൾസിനെയാണ് സ്നീത്തും സോക്കലും അതിനെ ബേസ് ചെയ്തിട്ടാണ്. സ്നീത്തും സോക്കലും 1957 മുതൽക്കേ ഇതിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പ്രപ്പോസ് ചെയ്ത പ്രിൻസിപ്പിൾസ്, അതായത് 1973 അവർ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 1973 സ്നീത്തും സോക്കലും പ്രപ്പോസ് ചെയ്ത പ്രിൻസിപ്പിൾ
1963 അഡാൻസോണിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അഡാൻസോണിയൻ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് 1973 സ്നീത്തും സോക്കലും മോഡേൺ ന്യൂമറിക്കൽ ടാക്സോണമിയുടെ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദീസ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ആസ് അഡാൻസോണിയൻ പ്രിൻസിപ്പിൾസ് ഓർ നിയോ അഡാൻസോണിയൻ പ്രിൻസിപ്പിൾസ് എന്നാണ് സ്നീത്തിൻ്റെയും സോക്കലിൻ്റെയും പ്രിൻസിപ്പിൾസ് അറിയപ്പെട്ടിരുന്നത്. The important points of this principle are listed like the greater the content of information in the taxa of a classification and the more characters it is based upon, the better a given classification will be. അതായത് ഇത്രയേ ഉള്ളൂ, എത്രത്തോളം കൂടുതൽ ഡേറ്റ നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ഡേറ്റ എത്രത്തോളം വലുതാണോ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. രണ്ടാമത്തേത് അപ്രയോറി, അതായത് ഒരു ക്യാരക്ടറിനും പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഓൾ ക്യാരക്ടേഴ്സ് ആർ ഗിവൺ ഈക്വൽ വെയിറ്റേജ് ഇൻ ന്യൂമറിക്കൽ ടാക്സോണമി. ദാറ്റ് ഈസ് കോൾഡ് ദി തിയറി ഓഫ് അപ്രയോറി. മൂന്നാമത്തേത് പറയുന്നത് ദ ഓവറോൾ സിമിലാരിറ്റി ബിറ്റ്വീൻ എനി ടു എൻറ്റൈറ്റീസ് ഇസ് എ ഫങ്ഷൻ ഓഫ് ദെയർ ഇൻഡിവിജ്വൽ സിമിലാരിറ്റീസ്. അപ്പം ഓരോരോ ക്യാരക്ടറിൻ്റെ സിമിലാരിറ്റീസ്, ഓരോരോ ക്യാരക്ടർ സ്റ്റേറ്റുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആകെത്തുകയാണ് ഓവറോൾ സിമിലാരിറ്റി. ഇപ്പം നമ്മളൊരു 100 ക്യാരക്ടർ സ്റ്റേറ്റ് പഠിക്കുമ്പം ആ 100ലും എത്ര എണ്ണം സിമിലറായിട്ട് വരുന്നുണ്ട്, അതാണ് അതിൻ്റെ ഒരു ഫങ്ഷനാണ് ഓവറോൾ സിമിലാരിറ്റി. Distinct taxas can be recognized because correlation of characters differ in the group of organism under studies. റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സാസിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് കോറിലേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. അത് ഓരോ ഗ്രൂപ്പിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കോറിലേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് ഒന്നിച്ച് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പാപ്പിലോണേസിയ ഫാമിലിയിൽ കാണുന്ന പൾവൈനസ് ലീഫ് ബേസ്, പാപ്പിലോണേസിയല്ല ലെഗുമിനോസെ ഫാമിലി തന്നെ എടുക്കുക. ലെഗുമിനോസയിൽ കാണുന്ന ലെഗുമിനസ് റൂട്ട് നോഡ്യൂൾസ്, പൾവൈനസ് ലീഫ് ബേസ്, അതുപോലെ തന്നെ അതിൻ്റെ യൂണിലോക്കുലാർ ആയിട്ടുള്ള ഓവറി വിത്ത് മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഈ 3 ക്യാരക്ടറും എപ്പോഴും ഒന്നിച്ചാണ്. ഈ ലെഗുമിനോസെ ഫാമിലിയിലെ 3 സബ് ഫാമിലീസ് പാപ്പിലോണേസിയയിലും മൈമോസേസിയയിലും സെസാൽപീനിയേസിയയിലും ഒന്നിച്ച് ഈ ക്യാരക്ടേഴ്സ് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ കോറിലേഷൻ. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിമിലർ ഗ്രൂപ്പ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോറിലേറ്റഡ് ക്യാരക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഫീനറ്റിക്സ് പറയുന്നത്. അടുത്ത 5ാമത്തെ പോയിന്റ് പറയുന്നത് ഫൈലോജനറ്റിക് ഇൻഫറൻസസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ടാക്സോണമിക് സ്റ്റഡീസ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ഓൾസോ ഫ്രം ക്യാരക്ടർ കോറിലേഷൻസ്. ഇപ്പം ഇത്തരത്തിലുള്ള കോറിലേറ്റഡ് ക്യാരക്ടേഴ്സ് അതിൻ്റെ ഫൈലോജനിയെ കുറിച്ച് നമുക്കൊരു ഐഡിയ തരുന്നുണ്ട്. അതായത് അതിൻ്റെ ഇവല്യൂഷനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. 6th principle state that taxonomy is viewed and practiced as an empirical science. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സയൻസ് ആയിട്ടാണ് ടാക്സോണമിയെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് 7th principle state that classifications are based on phenetic. ഫീനറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഫീനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് പറയുന്നില്ലേ, ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്, വാട്ട് വി സീ ഈസ് കോൾഡ് എ ഫീനോടൈപ്പ്. അപ്പോൾ ഫീനോടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ്, ഫീനറ്റിക് സിമിലാരിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ. The methodology of numerical taxonomy involved the selection of operational units, population, species, genera, etc. are the operational units. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഓപ്പറേഷണൽ യൂണിറ്റിനെ സെലക്ട് ചെയ്യുന്നു. ആ ഓപ്പറേഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആയിരിക്കാം, ഒരു ജനറ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ആയിരിക്കാം. അതിൽ നിന്ന് നമ്മൾ കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടർ സ്റ്റേറ്റ് ആണ്. ഓരോ ക്യാരക്ടറിൻ്റെയും ക്യാരക്ടർ സ്റ്റേറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ആ ക്യാരക്ടർ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട്, പ്രസൻസ് ഓർ ആബ്സെൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഹ്യൂജ് ഡേറ്റ നമുക്ക് കിട്ടും. And the ultimate analysis involves the comparison and similarity of that data and constructing diagrams. അപ്പം നമുക്ക് കിട്ടുന്ന ഈ ഹ്യൂജ് ഡേറ്റ, അതായത് 100 500 ക്യാരക്ടർ സ്റ്റേറ്റിനെ പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ ഡേറ്റ, പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ ഡേറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന ഡയഗ്രംസ് അല്ലെങ്കിൽ മോഡൽസിനെയാണ്, അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള
റിസൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് പ്രൊവൈഡ്സ് എ സമ്മറി ഓഫ് ദ ഡേറ്റ അനാലിസിസ്. The major advantage of numerical taxonomy over conventional taxonomy include: numerical taxonomy has the power to integrate data from a variety of sources such as morphology, physiology, phytochemistry, embryology, anatomy, palynology and chromosome. ഇതെല്ലാം നമുക്ക് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മോർഫോളജിക്കൽ ക്യാരക്ടർ പഠിക്കും പോലെ തന്നെ അനാട്ടമിക്കൽ ക്യാരക്ടർ പഠിക്കാം. ഇപ്പം ബൈക്കൊളാട്രൽ വാസ്കുലർ ബണ്ടിൽ ഉണ്ടോ ഇല്ലയോ, അതൊരു ക്യാരക്ടറാണ്. അല്ലെങ്കിൽ എപ്പിഡെർമൽ ഹെയർസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതും ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ അനാട്ടമിക്കൽ ക്യാരക്ടറും ഫൈലോജനറ്റിക് ക്യാരക്ടറും ജനറ്റിക് എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ്, കൺസിഡറബിൾ ഓട്ടോമേഷൻ ഓഫ് ദി ഡേറ്റ പ്രോസസ്സിംഗ് പ്രൊമോട്ട് എഫിഷ്യൻസി ആൻഡ് ദ വർക്ക് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ ഈവൻ ലെസ് സ്കിൽഡ് വർക്കേഴ്സ്. വലിയ സ്കില്ലൊന്നും വേണ്ട, ഇതൊക്കെ സോഫ്റ്റ്വെയർ ആണ്. The data coded in numerical form can be integrated with the existing data processing systems in various institutions and used for the creation of description, keys, catalogs, maps and other documents. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ഡേറ്റ ആണ് ഇവിടെ ചെയ്യുന്നത്. അതിന് സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ കിട്ടുന്ന ഡേറ്റാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കീസ്, കാറ്റലോഗ്, മാപ്പ് ഇത്യാദി സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. The creation of explicit data table for numerical taxonomy necessitates the use of more and better described characters, which will necessarily improve the conventional taxonomy as well. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഡേറ്റ ടേബിൾസിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടുന്നതനുസരിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് കൺവെൻഷണൽ ടാക്സോണമി. കൺവെൻഷണൽ ടാക്സോണമിയിൽ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ എല്ലാവരും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ ഈ ഹ്യൂജ് ഡാറ്റ ടേബിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. The application of numerical taxonomy has posed some fresh questions concerning classification and initiated efforts for re-examination of classification system. നമ്മൾ ഇതുവരെ പഠിച്ച നാച്ചുറൽ, ഫൈലോജനറ്റിക്, ആർട്ടിഫിഷ്യൽ ഈ സിസ്റ്റത്തിലെ എല്ലാം തകരാറുകളെ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഡിമെറിറ്റ്സിനെ റീ എക്സാമിൻ ചെയ്യാനായിട്ട് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ ക്ലാസിഫിക്കേഷൻ്റെ ഒടുവിൽ കുറച്ച് മെറിറ്റ്സും ഡീമെറിറ്റ്സും പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ന്യൂമറിക്കൽ ടാക്സോണമി ഹെൽപ്പ് ചെയ്യും, ന്യൂമറിക്കൽ ഡേറ്റ ഹെൽപ്പ് ചെയ്യും. And the last point states that a number of biological and evolutionary concepts have been reinterpreted, thus introducing renewed interest in biological research. ഇപ്പോൾ ഇവല്യൂഷൻ്റെ ഈ കോൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് റീഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ഈ ഡേറ്റ വീണ്ടും ഒന്നും കൂടെ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്തത് ശരിയാണോ. നമ്മൾ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു, ഫൈലോജനറ്റിക്കിൽ ഇവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന്. അപ്പോൾ ആ ഇവല്യൂഷനെ ബേസ് ചെയ്തിട്ട് പലരും ചെയ്ത ക്ലാസിഫിക്കേഷനിൽ ഡീമെറിറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസീസ്, കാക്ടൈലെല്ലാം ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഡീമെറിറ്റ്സിനെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യാനും ഈ ഡേറ്റാസ് ഹെൽപ്പ് ചെയ്യുന്നു. And numerical taxonomy aims at determining the phylogenetic relationship between organisms. അപ്പം ഇതിനെ ഓവറോളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ബൈ ഓവറോൾ സിമിലാരിറ്റി ബേസ്ഡ് ഓൺ ഓൾ ദി അവൈലബിൾ ക്യാരക്ടേഴ്സ് വിത്തൗട്ട് എനി വെയിങ് എന്നാണ്. ഒരു പ്ലാന്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ ടാക്സോണമിക് യൂണിറ്റിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അവൈലബിൾ ക്യാരക്ടേഴ്സിനെയും സ്റ്റഡി ചെയ്തതിന് ശേഷം അതിൻ്റെ ഓവറോൾ സിമിലാരിറ്റിയാണ് ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിത്തൗട്ട് എനി വെയിങ് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനും നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നില്ല. ഓൾ ക്യാരക്ടേഴ്സ് ആർ ഗീവൺ ഈക്വൽ പ്രയോറിറ്റി. സ്നീത്ത് ആൻഡ് സോക്കൽ ഡിഫൈൻ ഫീനോട്ടിക് റിലേഷൻഷിപ്പ് ആസ് സിമിലാരിറ്റി based on a set of phenotypic character and not phylogeny of organism under study. ഫിനോറ്റിപ്പിക് ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലുള്ള സിമിലാരിറ്റി. ഫിനോറ്റിപ്പിക് മീൻസ് അതിൻ്റെ ഈ ഫിനോടൈപ്പ് എന്ന് പറയുമ്പോൾ മോർഫോളജിക്കൽ ക്യാരക്ടർ മാത്രമല്ല കേട്ടോ അതിൽ വരുന്നത്. അതിൻ്റെ അനാട്ടമിക്കൽ ക്യാരക്ടറും
ഫൈറ്റോ കെമിക്കൽ ക്യാരക്ടറും എല്ലാം ഈ ഫീനോടൈപ്പിക്കിൽ വരും. ജീനോടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്യാരക്ടറുകളെല്ലാം ഫീനോടൈപ്പാണ്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മേക്കപ്പ്, ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ജനറ്റിക് മേക്കപ്പിൻ്റെ ഔട്ട്കം ആണ് ഫീനോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നോട്ട് ദി ഫൈലോജനി ഓഫ് ഓർഗാനിസം അണ്ടർ സ്റ്റഡി. ഇവിടെ ഓർഗാനിസത്തിൻ്റെ ഫൈലോജനി അല്ല സ്റ്റഡി ചെയ്യുന്നത്, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള റിസംബ്ലൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ആണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ ഡേറ്റയെ നമ്മൾ പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം അനലൈസ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ട്രീ ഉണ്ട്, അതിനെയാണ് ഫീനോഗ്രാം അല്ലെങ്കിൽ ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. ക്ലാഡോഗ്രാം അല്ല, ഫീനോഗ്രാം. ക്ലാഡോഗ്രാം നമ്മൾ പറയാൻ വരുന്നതേ ഉള്ളൂ. ദ ട്രീ ഈസ് കോൾഡ് എ ഫീനോഗ്രാം. ഓക്കെ.